ഇന്നത്തെ ഈ ദിവസം ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കൂല കേട്ടോ. കാരണം ഞാൻ 5 മാസമായല്ലോ ഇവിടെ വന്നിട്ട്. ഇന്ന് രാവിലെ തന്നെ ഷാർജയിൽ നിന്ന് എനിക്ക് ദുബായിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു CV കൊടുക്കാൻ വേണ്ടി മാത്രം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ CV എൻ്റെ ജീവിതം തന്നെ മാറ്റുമെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ. ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ഒരു ലോങ് യാത്രയാണിത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു, പഠിച്ചവൻ ഇപ്രാവശ്യമെങ്കിലും എനിക്കൊരു ചാൻസ് തരണേ എന്നത്, ജോലി കിട്ടണേന്നായിരുന്നു. ഓഫീസിലെത്തിയ ശേഷം CV കൊടുത്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു 3 പേജുള്ള ഒരു ഫോം തന്നു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ആ ജോലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. സത്യത്തിൽ അത് കേട്ടപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, മീൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. CV മാത്രം അവിടെ കൊടുത്തിട്ട് വരാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവരെന്നെ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആ ഒരു നിമിഷം 5 മാസത്തെ എൻ്റെ കാത്തിരിപ്പിൻ്റെ ഭാരം കുറച്ച് ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ അതോടെ തീർന്നില്ല. ഇനി ഒരു എക്സാം ഉണ്ട്, 3 സെക്ഷൻസുള്ള ഒരു എക്സാമും കൂടി ഉണ്ടെന്ന് പറഞ്ഞ്, അത് പാസ്സായാലും ജോലി കിട്ടും, അതിൽ ഫെയിലായാലും പിന്നെ എല്ലാം അവിടെ ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സാമിൽ ഞാൻ ചെന്ന് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ നമ്മുടെ പേഷ്യൻസ്, പിന്നെ നമുക്ക് വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെസ്റ്റ് അതായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് UAEയിലെയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാക്കുന്നുണ്ട് കേട്ടോ. അത് കൊടുത്താൽ അവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ PCC എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ അവർ പറഞ്ഞു ഇനി പറ്റില്ല, നാളെ വന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം 5 മാസമായി ഞാൻ കാത്തിരുന്നത് വെറുതെ ആയിട്ടില്ല. ഈ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരു താങ്ക്സ് പറയാണ് കേട്ടോ. പിന്നെ ജോലി ആവാതെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, തിരിച്ചു പോന്നൂടെ, വെറുതെ ക്യാഷ് കളയുന്ന എന്തിനാ, എപ്പോഴും വിസ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. എൻ്റെ ഉമ്മച്ചീനെ അതെല്ലാം പറഞ്ഞ് വിഷമിപ്പിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ. ആരോടും എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. കാരണം എൻ്റെ മറുപടി വാക്കുകളിലല്ല, എൻ്റെ ജീവിതത്തിലായിരിക്കും. ജോലി എന്താണ്, ഏത് കമ്പനിയിലാണ്, ബാക്കി ജോലീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അതൊരു ചെറിയ സർപ്രൈസാണ്, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എൻ്റെ ഉമ്മച്ചീൻ്റെ പ്രാർത്ഥനയ്ക്കും എന്നിൽ വിശ്വസിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ചെറിയൊരു വിജയം ഞാൻ സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോലീൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.